സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് സ്ഥിരം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്നതാണ് ചോദ്യം. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഇതിനോടൊപ്പം SSCRTയിൽ തന്നിരിക്കുന്നതാണ്, നമുക്ക് നോക്കാം. കലാപം നടന്ന സ്ഥലം, 1857 കലാപം നടന്ന സ്ഥലം, ആ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തവർ, അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പൊ നമുക്ക് നോക്കാം. കലാപം നടന്ന സ്ഥലം ഡൽഹി. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. അതുപോലെ തന്നെ ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ എന്നിവരാണ് ഡൽഹിയില്, എവിടെയാണ്? ഡൽഹിയില് കലാപത്തിന് നേതൃത്വം നൽകിയത്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. 1857 കലാപത്തിന് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. അപ്പൊ 1857 വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. എവിടേക്കാണ്? റങ്കൂണിലേക്ക്. അപ്പം ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. അപ്പൊ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. അതുപോലെ തന്നെ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ഭക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആരായിരുന്നു? ജനറൽ ഭക്ത് ഖാൻ. ഇനി ഝാൻസിയിലെ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ഭായി ആണ്. ഝാൻസിയിലെ നേതൃത്വം കൊടുത്തത് ആരാണ്? റാണി ലക്ഷ്മി ഭായി ആണ്. ഝാൻസിയിലെ ഭരണാധികാരി ആയിരുന്നു. ഇനി കാൺപൂരിലെ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? കാൺപൂരില് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ് കാൺപൂരിലെ നേതൃത്വം നൽകിയത്. അപ്പൊ നാനാ സാഹിബ് മറാത്ത ഭരണാധികാരി. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരി. ഇപ്പൊ കാൺപൂരില് 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മറാത്ത ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? നാനാ സാഹിബ് ആണ്. താത്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവൻ. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ഗറില്ല യുദ്ധമുറകൾ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ആരാണ്? താത്തിയ തോപ്പിയാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താത്തിയ തോപ്പി. അപ്പൊ നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താത്തിയ തോപ്പി. അതുപോലെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു എന്ന പോയിന്റും ഇതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്യുക. അപ്പൊ കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. മറാത്ത ഭരണാധികാരി നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താത്തിയ തോപ്പി. താത്തിയ തോപ്പി ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ലക്നൌവില് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്, അവധിലെ ഭരണാധികാരി. ലക്നൌവിലെ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ, അവധിലെ ഭരണാധികാരി. ബീഹാറിലെ ആരയിലെ നേതൃത്വം കൊടുത്തത് ആരാണ്? കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. അപ്പൊ ബീഹാറിലെ ആരയിലെ നേതൃത്വം കൊടുത്തത് ആരാണ്? കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് കൻവർ സിംഗ്. ഈ ഒരു സെക്ഷനിൽ നിന്നും ഉറപ്പായിട്ടും എല്ലാ പരീക്ഷകളിലും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇത് നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നത്. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. AK ഗോപാലനാണ്
ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച വർഷം 1957. ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച വർഷം 1957. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ചത് തൃശ്ശൂരിലാണ്. ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച വർഷം 1957. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് എവിടെയാണ് ആരംഭിച്ചത്? തൃശ്ശൂരിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. അടുത്ത ചോദ്യം, ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു: കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രജൻ, ഓസോൺ. ഇതിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ C ആണ്. നൈട്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ജലബാഷ്പം, ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയെല്ലാം ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ജലബാഷ്പം, CFC, ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയെല്ലാം എന്താണ്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം ആണ്. അടുത്ത ചോദ്യം, ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17 ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ദിനങ്ങളും കൂടി നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷകൾക്ക് സ്ഥിരം ചോദിച്ച് കാണുന്നതാണ്. ലോകാരോഗ്യ ദിനം എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ അല്ലെങ്കിൽ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. വേൾഡ് TB ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് 24. ലോക മലേറിയ ദിനം. മലേറിയ ദിനം ഏപ്രിൽ 25 ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ഡിസംബർ 1. ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഡയബറ്റീസ് ദിനം. ലോക ഡയബറ്റീസ് ദിനം നവംബർ 14. ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14. ലോക ക്യാൻസർ ദിനം വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4 ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ. ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 10. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10. ഒന്നുകൂടി നോക്കാം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 24. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 1. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 7. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 10. അപ്പം ഇത്രയും ദിനങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. പരീക്ഷകൾക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ദിനങ്ങളാണ് ഇത്. അടുത്ത ചോദ്യം, വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി മതസ്വാതന്ത്ര്യ ബിൽ 2020 എന്ന പേരിൽ നിയമസഭ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായിട്ട് മതസ്വാതന്ത്ര്യ ബിൽ 2020 എന്ന പേരിൽ നിയമസഭയിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്?
മധ്യപ്രദേശാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മധ്യപ്രദേശാണ്. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായിട്ട് മത സ്വാതന്ത്ര്യ ബിൽ 2020 എന്ന പേരിൽ നിയമസഭയിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏത് രാജ്യത്തിനാലാണ്? ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ത്രിപുര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാമും മിസോറവുമായിട്ടാണ് ത്രിപുര അതിർത്തി പങ്കിടുന്നത്. ത്രിപുര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാം, മിസോറം. അപ്പൊ ത്രിപുര ബംഗ്ലാദേശിലായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആസാമും മിസോറവുമാണ്. ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രം. ഇന്ത്യൻ വിഭജനം പ്രമേയമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രം. ട്രെയിൻ ടു പാകിസ്ഥാൻ. സംവിധാനം പമേല റൂക്സ്. ഇന്ത്യൻ വിഭജനം പ്രമേയമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാകയിലെ നിറങ്ങൾ നമുക്കറിയാം. കുങ്കുമ നിറം മുകളില്, അതുപോലെ വെളുപ്പ് മധ്യത്തില്, പച്ച താഴെ. കുങ്കുമ നിറം ധൈര്യത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. വെളുപ്പ് സത്യം, സമാധാനം, വിശുദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പച്ച സമൃദ്ധിയും കാർഷിക സംസ്കാരം. ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കുങ്കുമനിറം മുകളില്, വെളുപ്പ് മധ്യത്തില്, പച്ച താഴെ. കുങ്കുമനിറം ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. സത്യം, സമാധാനം, വിശുദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്നു വെളുപ്പ്. പച്ച സമൃദ്ധിയും കാർഷിക സംസ്കാരവും. ഇനി ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിച്ചാലോ? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യ ചോദിക്കാറുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നതെല്ലാം തന്നെ PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. ദേശീയ പതാകയിലെ ചക്രത്തിന്റെ നിറം ഏതാണ്? നേവി ബ്ലൂ ആണ് അശോക ചക്രത്തിന്റെ നിറം. ഏതാണ്? നേവി ബ്ലൂ. ദേശീയ പതാകയുടെ അംഗീകാരം നൽകിയ വർഷം. ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. അപ്പൊ ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. അശോക ചക്രത്തിൽ അരക്കാലുകളുടെ എണ്ണം 24. ദേശീയ പതാകയിലെ ചക്രത്തിന്റെ നിറം ഏത് എന്ന് ചോദിച്ചാൽ നേവി ബ്ലൂ ആണ്. ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ഇത് ചോദിക്കാറുള്ളതാണ്. 3:2 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരനാണ്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരൻ. ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ രാജാ കേശവദാസൻ. ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ ആരാണ്? രാജാ കേശവദാസനാണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം ഏതാണ്?
വൈദ്യുതി സമരമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വൈദ്യുതി സമരം. കൊച്ചിയിൽ എവിടെയാണ്? കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈദ്യുതി സമരമാണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റഗ് മാർക്ക്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഡോബറൈനർ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഡോബറൈനർ. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ. സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കം. സന്ധികളിൽ അമിതമായിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട് എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം സന്ധികളിൽ അമിതമായിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ട് അസ്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു? വീക്കം സംഭവിക്കുന്നു. ഗൗട്ട്. എന്തിന്റെ ലഭ്യത മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്നാണ് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? എന്തിന്റെ ലഭ്യത മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്നാണ് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? MV റാണി പത്മിനിയാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ MV റാണി പത്മിനി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ്. കൊച്ചിയിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? പരീക്ഷിത് തമ്പുരാൻ. കൊച്ചിയിലെ അവസാനത്തെ രാജാവായ പരീക്ഷിത് തമ്പുരാൻ. താഴെ പറയുന്നവയിൽ ഉത്പതനം കാണിക്കാത്ത വസ്തു ഏതാണ്? കറിയുപ്പ്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ഉരുകി ദ്രാവകാവസ്ഥയിലാകാതെ തന്നെ വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് ആകാതെ അതെന്ത് ചെയ്യുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഖരാവസ്ഥയിൽ നിന്നും ഡയറക്റ്റ് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഉത്പതനം കാണിക്കുന്ന വസ്തുക്കൾക്ക് ഏതാനും ഉദാഹരണങ്ങളാണ് അയോഡിൻ, നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ് എന്നിവ. ഇവിടെയുണ്ട് കർപ്പൂരം എന്നിവ. ഏതൊക്കെയാണ്? അയോഡിൻ, നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, കർപ്പൂരം. അയോഡിൻ, നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, കർപ്പൂരം. അടുത്ത ചോദ്യം, പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 ആണ്. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 ആണ്. ഈ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ അടുത്ത ചോദ്യങ്ങളും കൂടി അറിഞ്ഞു വെക്കുക. ഭരണഘടനയിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ 14 മുതൽ 18 വരെയാണ്. ഭരണഘടനയിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ടൈറ്റിൽ റദ്ദാക്കുന്നതാണ് 18ാമത്തെ ആർട്ടിക്കിൾ.
അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ജില്ല രൂപവത്കൃതമായ വർഷം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ജില്ല രൂപവത്കൃതമായത് ഏത് വർഷമാണ്? 1984. 1984 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടു. 1984 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. വർഷം 1984 എത്രാമത്തേതാണ്? 14ാമത്തെ ജില്ല. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്യ പള്ളമാണ്. ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്യ പള്ളം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടിയാണ്. കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടിയാണ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതി ഏതാണ്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി അനുയാത്ര പദ്ധതി. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. പദ്ധതിയുടെ പേര് അനുയാത്ര. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ സമിതി ഏത്? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് കസ്തൂരി രംഗൻ സമിതിയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് കസ്തൂരി രംഗൻ സമിതി. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യം. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഗഗൻയാൻ. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഗഗൻയാൻ. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? വിലക്കുക എന്നർത്ഥം വരുന്നത് ഏത് റിട്ടാണ്? പ്രോഹിബിഷൻ ആണ്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? പ്രോഹിബിഷൻ. നമുക്ക് നോക്കാം. റിട്ടുകൾ പലവിധം 5 തരം റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ, സെർഷ്യോററി എന്നീ റിട്ടുകളാണുള്ളത്. SCERTയിലെ പോയിന്റ്സ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഹേബിയസ് കോർപ്പസ്, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. എന്താണ്? അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. പ്രോഹിബിഷൻ എന്താണ്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രോഹിബിഷൻ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രോഹിബിഷൻ. കോവറാൻഡോ, ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറാൻഡോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറാൻഡോ. സെർഷ്യോററി, ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആര് എന്ന് ചോദിച്ചാൽ ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരാണ്? ജനറൽ ഡയർ. ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ചെൽംസ്ഫോർഡ്. ലോർഡ് ചെൽംസ്ഫോർഡ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്. വിചാരണ കൂടാതെ ഏതൊരാളെയും തടവിൽ പാർപ്പിക്കാം എന്നതായിരുന്നു റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഗാന്ധിജി 2ാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഗാന്ധിജി 2ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 2ാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത്. ഗാന്ധിജി മൊത്തം 5 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. 1920, 1925, 1927, 1934, 37. ഇങ്ങനെ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ചിട്ടുള്ളത്. 1920 ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920 ആദ്യത്തെ പ്രാവശ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചത് നിസ്സഹരണ പ്രസ്ഥാനം അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവയുടെ പ്രചരണാർത്ഥമാണ്. 1925 ഗാന്ധിജി 2ാമത്തെ പ്രാവശ്യം കേരളം സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ്. വൈക്കം സത്യാഗ്രഹം. 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് കേരളം സന്ദർശിച്ചു. 1934 ഹരിജന ഫണ്ട് ശേഖരണം മുഖ്യ ലക്ഷ്യമാക്കിയാണ് ഗാന്ധിജി 4ാമത്തെ പ്രാവശ്യം കേരളത്തിലെത്തിയത്. 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഒടുവിലത്തെ സന്ദർശനം നടത്തിയത്. അപ്പൊ ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 5 പ്രാവശ്യമാണ്. 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥം, 2ാമത്തെ പ്രാവശ്യം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്, 3ാമത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി, 1934 4ാമത്തെ പ്രാവശ്യം ഹരിജന ഫണ്ട് ശേഖരണം മുഖ്യ ലക്ഷ്യമാക്കി, അതുപോലെ അവസാനത്തെ പ്രാവശ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അടുത്ത ചോദ്യം, തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളകാണ്. തേജസ് ഏത് വിള? പച്ചമുളകാണ്. പച്ചമുളക്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുവാനുള്ളതാണ് അടുത്ത ചോദ്യം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ാമത്തെ പ്രസ്താവന അതുപോലെ 3ാമത്തെ പ്രസ്താവന, ഈ 2 പ്രസ്താവനകളും തെറ്റാണ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്
പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആനയാണ്. ശരിയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. അടുത്ത ചോദ്യം, 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏത്? 86ാമത്തെ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാമത്തെ ഭേദഗതി നിയമമാണ് 1976. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ്? സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ്. ആദ്യമായിട്ട് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയപ്പോൾ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത്? 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 11 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അടുത്ത പോയിന്റ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. 11ാം മൗലിക കടമ ചേർക്കപ്പെട്ടത് ഏത് ഭേദഗതിയിലൂടെയാണ്? 86ാം ഭേദഗതി നിയമം 2002. 86ാം ഭേദഗതി നിയമം 2002. 11ാമത്തെ മൗലിക കടമ ചേർക്കപ്പെട്ടത്. 11ാമത്തെ മൗലിക കടമ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഒന്നും കൂടി നോക്കാം. 86ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. 11ാം മൗലിക കടമ ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി നിയമം 1976. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ്? സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ്. ആദ്യം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 11ാം മൗലിക കടമ ചേർക്കപ്പെട്ടത് 86ാമത്തെ ഭേദഗതി നിയമം 2002. 11ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അനുച്ഛേദം 21A. ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിന്റെ അയിരേത്? ടൈറ്റാനിയത്തിന്റെ അയിര്. ചുവടെ തന്നിരിക്കുന്നതിൽ ടൈറ്റാനിയത്തിന്റെ അയിര് ഏത്? റൂട്ടേലാണ്. ടൈറ്റാനിയത്തിന്റെ അയിര് റൂട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്തത് ബെൽഗാം സമ്മേളനമാണ് 1924. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ബെൽഗാം സമ്മേളനം 1924. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നവയിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം കാർബൺ ചക്രത്തെയാണ് ബാധിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നതിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? കാർബൺ ചക്രം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന വാതകം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ. ഏത് ലോഹത്തിന്റെ അഭാവം മൂലമാണ് നാരകച്ചെടിയിലെ എക്സാൻതീമ എന്ന രോഗം ഉണ്ടാകുന്നത്? രോഗത്തിന്റെ പേര് എക്സാൻതീമ. കാണപ്പെടുന്നത് നാരകച്ചെടിയിലാണ്. എന്തിന്റെ അഭാവം മൂലമാണ്? ചെമ്പിന്റെ അഭാവം മൂലമാണ്. ചെമ്പിന്റെ അഭാവം മൂലം നാരകച്ചെടിയിൽ കാണപ്പെടുന്ന രോഗമാണ് എക്സാൻതീമ. രോഗത്തിന്റെ പേര് എക്സാൻതീമ. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ് ആണ്. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ്.
മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. 1933 ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഹരിജൻ എന്ന പത്രം. ഹരിജൻ ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഹരിജൻ എന്ന പത്രം ഏത് ഭാഷയിലുള്ള പത്രമായിരുന്നു? ഹരിജൻ ഏത് ഭാഷയിലുള്ള പത്രമായിരുന്നു? അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരായിരുന്നു? KP ഗോപാലൻ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഉണർവ്. പദ്ധതിയുടെ പേര് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. പദ്ധതിയുടെ പേര് ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം? പരുത്തി കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.